ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും നമസ്കാരം. ഇന്ന് രാവിലെ നേരത്തെ എഴുന്നേറ്റ് കുളിച്ചു. ഇപ്പോൾ ചന്ദന പൊടിയൊക്കെ എടുത്ത് ചാലിക്കാനൊന്നും നിൽക്കാറില്ല. അഷ്ടഗന്ധ പേസ്റ്റിലാണ് ചന്ദനം തൊടാറുള്ളത്. നല്ലൊരു സാധനമാണ് കേട്ടോ. അത് ഇതാവുമ്പോൾ കെട്ട് പോവത്തുമില്ല, ഒരുപാട് കാലത്തേക്ക് നിൽക്കും. നമുക്ക് എടുത്ത് തൊടുന്നത് വളരെ എളുപ്പമുണ്ട്. അഷ്ടലക്ഷ്മി വിളക്ക് മാത്രം കഴിഞ്ഞ ആഴ്ച വാഷ് ചെയ്തിട്ടുണ്ടായിരുന്നില്ല. കണ്ടപ്പോൾ നല്ല വൃത്തിക്ക് ഇരിക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ പിന്നെ കഴുകാ എന്ന് വിചാരിച്ചു. പക്ഷെ എന്നാലും മനസ്സിൻ്റെ ഉള്ളിൽ ഭയങ്കര ഒരു ബുദ്ധിമുട്ട്. അത് മാത്രം കഴുകിയില്ലല്ലോ എന്ന് നമുക്കൊരു തൃപ്തി കുറവ്. അതുകൊണ്ട് ആദ്യം തന്നെ അഷ്ടലക്ഷ്മി വിളക്ക് കഴുകി പൊട്ടൊക്കെ വെച്ചു. അപ്പോഴാണ് ഒന്ന് സമാധാനമായത്. ആ ഐശ്വര്യം വിളക്കിലും കാണാനുണ്ടായിരുന്നു. ഇതെന്റെ മദറിനിലോ കെട്ടി തന്ന പൂവാട്ടോ. മിക്ക ദിവസങ്ങളിലും മുല്ലപ്പ് ഇങ്ങനെ ലൂസായിട്ടാണ് മേടിക്കുക. അപ്പം നമ്മൾ തന്നെ കെട്ടിക്കഴിഞ്ഞാൽ ഒരുപാട് നാളത്തേക്ക് ഉണ്ടാവും. മാത്രമല്ല നമ്മുടെ വീട്ടിലെ ഭഗവാന് നമ്മളുടെ കൈകൊണ്ട് കെട്ടിയ പൂവ് വെക്കുമ്പോൾ അതൊരു സന്തോഷമല്ലേ. എനിക്ക് കെട്ടാൻ അറിയത്തില്ല, എൻ്റെ മദറിൽ നല്ല രീതിയിൽ കെട്ടിത്തരും. അതെന്താണെന്നറിയില്ല, നമ്മുടെ വീട്ടിൽ അതിരാവിലെ പൂജാ റൂമിൽ ഒരു ദീപവും സാമ്പ്രാണിയും കത്തിച്ച് വെക്കുമ്പോൾ കിട്ടുന്ന ആ ഒരു ഫീല് വൈകിട്ട് ദീപം വെച്ചാൽ പോലും കിട്ടത്തില്ല. ഒരുപാട് പേര് പറയുന്നുണ്ട്, ഞാൻ കാണാറുണ്ട് കേട്ടോ കമൻസിൽ. എനിക്കത് ഫോളോ ചെയ്യാൻ പറ്റുന്നില്ല. ബ്രഹ്മമുഹൂർത്ത ലൈഫ് സ്റ്റൈല് തുടർച്ചയായിട്ട് കൊണ്ടുപോകണം അതിയായ ആഗ്രഹമുണ്ട്, പക്ഷെ സാധിക്കുന്നില്ല. ഇത്തരം കമൻസ് യൂട്യൂബിലും ഇൻസ്റ്റയിലും DM പലരും ചെയ്യാറുണ്ട്. ഒറ്റ കാര്യം പറയാനുള്ളൂ, നമ്മുടെ വീട്ടിൽ സൂര്യൻ ഉദിക്കുന്നതിന് മുമ്പ് വീട്ടിൽ ദീപം തെളിയിക്കുക എന്നുള്ളത് വളരെ നല്ലൊരു കാര്യമാണ്. നമ്മുടെ കുടുംബത്തിൻ്റെ ഐശ്വര്യത്തിന് വേണ്ടി, നന്മയ്ക്ക് വേണ്ടിയിട്ട് അങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ, അതായത് ഇപ്പോൾ 4 മണിക്ക് തന്നെ അല്ലെങ്കിൽ 5 മണിക്ക് തന്നെ ദീപം തെളിയിക്കണം അങ്ങനെ ഒന്നുമില്ല. ബ്രാഹ്മമുഹൂർത്തം എന്ന് പറയുന്നത് പൊതുവേ 3 മണി മുതൽ, അതിരാവിലെ 3 മണി മുതൽ 6 മണി വരെ വളരെ ആസ്പിഷ്യസ് ആയിട്ടുള്ളൊരു സമയമാണ്. ഇപ്പോഴത്തെ നമ്മുടെ നാട്ടിലൊരു 6:15, 6:30 ഈ ഒരു സമയത്താണ് സൂര്യൻ ഉദിക്കുന്നത്. അപ്പോൾ അതിന് മുമ്പായിട്ടെങ്കിലും വീട്ടിൽ ദീപം തെളിയിച്ച് കഴിഞ്ഞാൽ തീർച്ചയായിട്ടും ആ ഒരു ഐശ്വര്യം നമ്മുടെ വീട്ടിൽ വന്നു ചേരുക തന്നെ ചെയ്യും. പെട്ടെന്നൊരു റിസൾട്ട് പ്രതീക്ഷിക്കരുത്. കൺസിസ്റ്റൻ്റ് ആയിട്ട് നമ്മളത് കൊണ്ടുപോകുക എന്നുള്ളതാണ് ഏറ്റവും പ്രധാനം. വിഷുവിന് കണിവെക്കാനുള്ള ഉരുളികൾ വന്നിട്ടുണ്ട്. ഉരുളി വാങ്ങിക്കാൻ താല്പര്യമുള്ളവർ വെബീസ് ലിറ്റിൽ വേൾഡിൻ്റെ സൈറ്റിൽ പോയിട്ട് ഓർഡർ ചെയ്തോളൂ കേട്ടോ. സൈറ്റിൻ്റെ ലിങ്ക് എന്തായാലും സ്ക്രീനിൽ കാണാൻ സാധിക്കും. അതേപോലെ തന്നെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യം, എനിക്ക് കുറച്ച് കോൾസ് വരാറുണ്ട്. പ്രധാനമായിട്ടും അവർ വിചാരിക്കുന്ന കാര്യം നടക്കുന്നില്ല, എന്തിനും ഏതിനും തടസ്സങ്ങളാണ്, ദുരിതങ്ങളാണെന്ന് പറഞ്ഞുകൊണ്ട് കുറച്ച് കോൾസ് മെസ്സേജസ് വരാറുണ്ട്. നമ്മുടെ ലൈഫിൽ എന്തെങ്കിലും ഒരു കാര്യത്തിന് വേണ്ടി നമ്മൾ നിരന്തരം പ്രയത്നിച്ചു കൊണ്ടിരിക്കുകയാണ്, പക്ഷെ അത് തടസ്സമാണ്, അല്ലെങ്കിൽ ഒരുപാട് കർമ്മങ്ങൾ നമ്മൾ ദുരിതങ്ങൾ അനുഭവിച്ചു കൊണ്ടിരിക്കുന്നു എന്നുണ്ടെങ്കിൽ, ഒരു പക്ഷേ നമ്മൾ വേദിക് ആസ്ട്രോളജി നോക്കുന്നത് പോലെ തന്നെ DNA ആസ്ട്രോളജി നോക്കുന്നത് നല്ലതായിരിക്കും. കാരണം DNA ആസ്ട്രോളജി എന്ന് പറയുന്നത് നമ്മുടെ റൂട്ടിൽ പോയിട്ട് ഡീപ്പായിട്ട് നമ്മൾ നോക്കുക, ജാതകം നോക്കുക എന്നുള്ളതാണ്. നമ്മുടെ മുൻജന്മത്തിൽ എന്തെങ്കിലും പാപങ്ങൾ അറിയാതെ നമ്മൾ ചെയ്തിട്ടുണ്ടോ, നമ്മുടെ പൂർവികരായിട്ട് എന്തെങ്കിലും പാപങ്ങൾ ചെയ്തിട്ടുണ്ടോ, ഈ ജന്മത്തിലേക്ക് അത് ട്രാൻസ്ഫർ ആയിട്ടുണ്ടോ, അത് കണ്ടുപിടിക്കാൻ സാധിച്ചു കഴിഞ്ഞാൽ, പരിഹാരം ചെയ്യാൻ സാധിച്ചു കഴിഞ്ഞാൽ നമ്മുടെ ലൈഫിൽ നിങ്ങളിപ്പോൾ അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന ദുരിതങ്ങൾ, തടസ്സങ്ങൾ ഒരുപക്ഷെ അത് നീക്കാൻ ഹെൽപ്ഫുള്ളായിരിക്കും. നിങ്ങൾക്ക് അങ്ങനെ നോക്കാൻ താല്പര്യമുണ്ടെങ്കിൽ പാസ്റ്റ് ലൈഫ് ആസ്ട്രോളജി അവരുടെ കോൺടാക്ട് ഡീറ്റെയിൽസ് ഞാൻ സ്ക്രീനിൽ ഷെയർ ചെയ്യാം. താല്പര്യമുള്ളവർ നേരിട്ട് സംസാരിക്കുക കേട്ടോ. ചേച്ചി എത്ര മണിക്കാണ് എഴുന്നേൽക്കുക, എത്ര മണിക്കാണ് വീട് അടിച്ചു വാരി തുടയ്ക്കുന്നത് എന്ന് കുറേ പേര് കമൻസിൽ ചോദിച്ചിട്ടുണ്ടായിരുന്നു. സാധാരണ കുറച്ച് ഏർലിയർ ആയിട്ട് തന്നെയാണ് എഴുന്നേൽക്കുന്നത്. 3:30, 4, 4:30. വിശേഷ ദിവസങ്ങളൊക്കെ ആണെങ്കിൽ കുറച്ച് നേരത്തെ എഴുന്നേൽക്കണം. അതെല്ലാം നോർമൽ ഡേയ്സ് ഒരു 4, 4:15 ഈ ഒരു സമയത്താണ് എഴുന്നേൽക്കുന്നത്. കൊച്ചിന് സ്കൂളിലെ ലീവൊക്കെ ആണെന്നുണ്ടെങ്കിൽ ഒന്നുകൂടെ വൈകും. എന്തായാലും 5 മണി ആകുമ്പോഴേക്കും ഉറക്കമൊക്കെ ഉണർന്നിട്ടുണ്ടായിരിക്കും. ആദ്യകാലത്തൊക്കെ നമുക്കതൊരു ബുദ്ധിമുട്ടായിരിക്കും. പെട്ടെന്നൊരു ഈ ഒരു ലൈഫ് സ്റ്റൈലിലേക്ക് വരുമ്പോൾ ഒരു ബുദ്ധിമുട്ട് തോന്നുമെങ്കിലും പിന്നെ നമുക്കത് ശീലമായിക്കോളും. പിന്നെ യാതൊരുവിധ ബുദ്ധിമുട്ടില്ലാതെ നമുക്കത് കണ്ടിന്യൂ ചെയ്യാൻ സാധിക്കും. ഇന്ന് ലഞ്ചിന് പിന്നെ ഞാൻ വെണ്ടക്ക പുളിക്കറിയും തോരനായിട്ട് ബീട്രൂട്ട് തോരനും കുറച്ച് ചീര ഇരിപ്പുണ്ടായിരുന്നു. വീട്ടിലെല്ലാവർക്കും ചീര ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ അതിലും തോരൻ വെച്ചു. രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കിയപ്പോൾ തന്നെ വൈറ്റ് റൈസ് വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇന്നത്തെ വിശേഷങ്ങൾ അത്രയേ ഉള്ളൂ. ആൻഡ് മറ്റൊരു വീഡിയോയിൽ വീണ്ടും കാണാം. ബൈ.